അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ NCERT ടെക്സ്റ്റിലുള്ള ഒരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ആർ പ്രസന്റ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾസ്. ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ട്, അപ്പോൾ ഇതിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, എത്ര പൈ ബോണ്ട് ഉണ്ട് എന്നാണ് ടോട്ടൽ നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് പല രീതിയിൽ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം എക്സാമിനൊക്കെ. അപ്പൊ അതിനു മുന്നേ ബേസിക് ആയിട്ട് ഒരു കാര്യം, നമ്മൾ കെമിക്കൽ ബോണ്ടിൽ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് സിഗ്മ, എന്താണ് പൈ ബോണ്ട്. ഇപ്പോൾ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമുക്ക് പറയാവുന്നത് എന്തായിരിക്കും, സിഗ്മ ആയിരിക്കും അല്ലെ. പൈ ബോണ്ട് എടുത്താൽ ഡബിൾ ബോണ്ട് എടുത്താൽ അതിൽ ഒരെണ്ണം സിഗ്മ ഒരെണ്ണം പൈ ബോണ്ട് ആയിരിക്കും. ഇനി ട്രിപ്പിൾ ബോണ്ട് നോക്കിയാലോ, രണ്ടെണ്ണം പൈ ബോണ്ടും ഒരെണ്ണം സിഗ്മ ബോണ്ടും ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ബോണ്ടിന്റെ ഐഡന്റിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ മോളിക്യൂൾ നോക്കി, CH ട്രിപ്പിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH3. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ആദ്യം ഈ തന്നിരിക്കുന്ന മോളിക്യൂളിനെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. അങ്ങനെ ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് എത്ര സിഗ്മ എത്ര പൈ നമുക്ക് ഐഡന്റിഫിക്കേഷൻ എളുപ്പമാകത്തുള്ളൂ. അപ്പൊ നമുക്ക് എഴുതാം, കാർബൺ ട്രിപ്പിൾ ബോണ്ട്, സിംഗിൾ ബോണ്ടിൽ ആരുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ദെൻ കാർബൺ, ഈ കാർബണിന്റെ ഇടയിലാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. വീണ്ടും ഒരു കാർബൺ ഉണ്ട്, അപ്പൊ ആ കാർബണുമായിട്ട് സിംഗിൾ ബോണ്ടാണ്. എഗെയിൻ അവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടിലാണ്. പിന്നെ ഈ കാർബണും മറ്റൊരു കാർബണും തമ്മിൽ ഡബിൾ ബോണ്ടിലാണ്. എഗെയിൻ ഈ കാർബണുമായിട്ട് ഒരു ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടിലുണ്ട്. ദെൻ ഈ കാർബണുമായിട്ട് ഫൈനൽ കാർബൺ എന്താണ്, സിംഗിൾ ബോണ്ടിലാണുള്ളത്. ദെൻ അവിടെ 3 ഹൈഡ്രജൻ ഉണ്ട് സിംഗിൾ ബോണ്ടിൽ. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ആ സ്ട്രക്ചർ ആ മോളിക്യൂളിന്റെ സ്ട്രക്ചർ എന്തായാലും നമ്മൾ കംപ്ലീറ്റ് സ്ട്രക്ചർ ഫോർമുലയിലായിട്ട് മാറ്റുക, നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. എന്നിട്ട് ഇതിൽ എത്ര സിഗ്മ എത്ര പൈ ബോണ്ട് ഓരോന്നിനും നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് ആദ്യം കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് എത്രയെന്ന് ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് എത്രയുണ്ടെന്ന് നോക്കിയോ, 1 ഇവിടെ 2 3 4 5 6 അല്ലെ, 6 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഉണ്ട്. ഇനി കാർബൺ സിഗ്മ ബോണ്ട് എത്രയുണ്ടെന്ന് നോക്കാം. കാർബൺ സിഗ്മ ബോണ്ട് എത്രയുണ്ട്, ഞാൻ പറഞ്ഞു ട്രിപ്പിൾ ബോണ്ടിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, ഒരെണ്ണം സിഗ്മ ബോണ്ട്. അപ്പൊ 1 2, ഡബിൾ ബോണ്ടിൽ ഒരു സിഗ്മ ഉണ്ട്, 3 4 അല്ലെ, 4 ആണല്ലോ സിഗ്മ ബോണ്ട്. ഇനി കാർബൺ പൈ ബോണ്ട് എത്രയുണ്ടെന്ന് നോക്കാം. കാർബൺ പൈ ബോണ്ട് എടുക്കുമ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട്, ട്രിപ്പിളില് 2 എണ്ണം പൈ ബോണ്ടാണ്. അപ്പൊ 1 2, ഇവിടെ ഒരെണ്ണം സിഗ്മയും ഒരെണ്ണം പൈ, അപ്പൊ ഒരെണ്ണം എടുത്തല്ലേ 1 2 3 അല്ലെ, 3 പൈ ബോണ്ട്, വേറെ ഇല്ലല്ലോ. അപ്പൊ ടോട്ടൽ ഇവിടെ സിഗ്മ ബോണ്ട് എന്ന് പറയുമ്പോൾ സിഗ്മ ബോണ്ട് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, 10 കിട്ടി. അതേപോലെ പൈ ബോണ്ട് ഇസ് ഈക്വൽ ടു 3 കിട്ടി. ഇനി ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇപ്പോൾ കാർബണിന്റെ മാത്രം നോക്കിയാൽ മതിയെങ്കിൽ സിഗ്മയും പൈയും കാർബണിന്റെ മാത്രം നോക്കി എഴുതാം. അതല്ല ഈച്ച് കാർബൺ ഹൈഡ്രജൻ കാർബൺ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളത് മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പാറ്റേൺ ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, അപ്പൊ അതൊന്ന് സോൾവ് ചെയ്ത് കാണിച്ചിരുന്നുള്ളൂ. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. CH2 ഡബിൾ ബോണ്ട്, C ഡബിൾ ബോണ്ട്, CH3. നേരത്തെ പോലെ നമുക്ക് എന്ത് ഈ സ്ട്രക്ചർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. കാർബൺ ഡബിൾ ബോണ്ട് വിത്ത് അതർ കാർബൺ. ഈ കാർബണിന് എന്താണ് 2 ഹൈഡ്രജൻ ഉണ്ട് സിംഗിൾ ബോണ്ടിൽ. ഓക്കെ, ദെൻ
ഇവിടെ എഗെയിൻ വീണ്ടും ഈ കാർബൺ മറ്റൊരു കാർബണുമായിട്ടും ഡബിൾ ബോണ്ടിലാണ്. അവിടെ ആ കാർബണിൽ ഒരു ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടിലുണ്ട്. എഗെയിൻ മറ്റൊരു കാർബണുമായിട്ട് സിംഗിൾ ബോണ്ട് ഉണ്ട്. ആ കാർബണിനാണെങ്കിൽ 3 ഹൈഡ്രജൻ ഉണ്ട് സിംഗിൾ ബോണ്ടിൽ. ഓക്കെ, എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഇതിന്റെ ആ ഒരു എന്താണ് സാച്ചുറേഷൻ അല്ലെങ്കിൽ ആ ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാലാണ് ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റത്തുള്ളൂ. കാർബണിന്റെ ബാലൻസ് 4 ആണെന്നും അപ്പോൾ ബാലൻസ് ഉള്ള ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടിലൊക്കെ ഹൈഡ്രജനും കാർബണും സിംഗിൾ ബോണ്ടിലാണ് അല്ലെ, കോവാലന്റ് ബോണ്ടാണ്, സിംഗിൾ ബോണ്ട് ആണെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ കാർബൺ നേരത്തെ പോലെ തന്നെ നമുക്ക് കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് എത്രയുണ്ടെന്ന് നോക്കാം. കാർബൺ സിംഗിൾ ബോണ്ട് എത്രയുണ്ടെന്ന് നോക്കാം. അതേപോലെ കാർബൺ പൈ ബോണ്ട് എത്രയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് എത്രയുണ്ട്? 1 2 3 4 5 6 6. ഈ കാർബൺ സിഗ്മ ബോണ്ടോ 1 2 3 അല്ലേ, 3. ഇനി കാർബൺ പൈ ബോണ്ട് 1 2 2. അപ്പൊ ടോട്ടല് സിഗ്മ ബോണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 9, പൈ ബോണ്ട് 2 അല്ലേ. ഇതാണ് നമുക്ക് കിട്ടിയ ഉത്തരം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിലെ ഒരു പ്രോബ്ലം. ഇനി നമുക്ക് വേറൊരു മോഡലും കൂടെ ചെയ്യാം. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേണിൽ തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യാസമുള്ളത് നമ്മളെ ഹൈബ്രിഡൈസേഷൻ, അതായത് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിലെ ഹൈബ്രിഡൈസേഷൻ, കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് മുന്നേ വീണ്ടും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താം. ഇപ്പൊ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ sp ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചോണ്ട് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഓഫ് ഈച്ച് കാർബൺ ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പൊ ABCD നമ്മുടെ ടെക്സ്റ്റുള്ള എക്സസൈസ് ആട്ടോ, എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പൊ എ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് CH3Cl ആണ്. CH3Cl അല്ലെ, നമ്മുടെ നെയിം പറയുകയാണെങ്കിൽ ക്ലോറോ മീഥൈൻ ആണ്. നോമൻക്ലേച്ചറൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ സ്ട്രക്ചർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. CH3Cl അല്ലേ, CH3Cl ഇതാണ് സ്ട്രക്ചർ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കാർബൺ സിംഗിൾ ബോണ്ടിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 2 3. അതേപോലെ ഫൈനലി കാർബണിന്റെ വാലൻസി 4 ആണ്. ഇനി ഒരു വാലൻസിൽ ആരുണ്ട്? വാലൻസിൽ ക്ലോറിൻ സിംഗിൾ ബോണ്ടിൽ അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ഇത് ഇവര് കോവാലന്റ് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നത് നമ്മൾ കെമിക്കൽ ബോണ്ടിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ഇവിടെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്താ, കാർബണിന് ചുറ്റും എല്ലാം സിംഗിൾ ബോണ്ടാണ്. സോ ഈ ഒരു കോമ്പൗണ്ട് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആയിരിക്കും ഈ ഒരു കോമ്പൗണ്ട് അല്ലേ. ഇത് കംപ്ലീറ്റ്ലി സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് 4 പേര് ചുറ്റിനും ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും ഈ കാർബൺ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് CH3 twice CO ഇതാണ് കോമ്പൗണ്ട്. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഈ കാർബണിന്റെ തൊട്ടടുത്ത് 2 CH3 ഗ്രൂപ്പും റൈറ്റ് സൈഡിലൊരു ഓക്സിജനും അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്? ആദ്യം നമ്മളെ സെൻട്രൽ കാർബൺ ഇതാണ്, കാർബണെ വെക്കുന്നു. ഈ കാർബണിന്റെ സിംഗിൾ ബോണ്ടിൽ 2 കാർബൺസ്, സിംഗിൾ ബോണ്ടിൽ 2 കാർബൺസ്. ഈ കാർബൺസിൽ 2 കാർബൺ CH3 ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 CH3 ഗ്രൂപ്പ് അല്ലേ. അപ്പൊ ഒരു കാർബണിൽ 3 ഹൈഡ്രജൻ വീതമുണ്ട് അല്ലേ. ഒരു കംപ്ലീറ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ. ഓക്കെ, ഇനി ഈ കാർബണുമായിട്ട് ഇനി കാർബണിന്റെ ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഞാൻ എന്താ ഇവിടെ ഓക്സിജൻ എഴുതി. ഓക്കെ, ഓക്സിജനെ വെറുതെ എഴുതിയാൽ കാർബണിന്റെ ബാലൻസ് നോക്കാം 1 2. ഇനി 2 ബോണ്ടുകൾ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസ് എനിക്ക് ബാക്കിയുണ്ട് അല്ലെ കാർബണ്. അതുമല്ല നമുക്കറിയാം ഓക്സിജനും എന്ത് തന്നെയാണ്, ഓക്സിജനും 2 ഇലക്ട്രോൺസ് കിട്ടിയാലല്ലേ ഓക്സിജൻ സ്റ്റേബിൾ ആവും. ഇതൊക്കെ നമുക്ക് കെമിക്കൽ ബോണ്ടിങ് ആണ് വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ടി വരിക. അപ്പൊ കാർബണിന്റെ ബാലൻസ് 2 ഉള്ളത് കൊണ്ട് തന്നെ ആ 2 ഇവിടെ വെക്കാം. നമുക്കറിയാം കാർബണും ഓക്സിജനും ഡബിൾ ബോണ്ടിലായിരിക്കും. സിംപ്ലി നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ, നിങ്ങളത് ഓർക്കുക കേട്ടോ. അപ്പൊ കാർബൺ ഓക്സിജൻ ഉള്ള ഈ ഒരു കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ, ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്.
ഇവിടെയോ ഈ കാർബണിൽ 1 2 3 4 4 സിംഗിൾ ബോണ്ട് ഉണ്ട്. ഈ കാർബണിൽ 1 2 3 4 4. സോ ഈ രണ്ട് കാർബൺസും sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, സിംപ്ലി ഐഡന്റിഫിക്കേഷൻ നടക്കുന്നതന്നെ, വലിയ പ്രയാസമില്ലാത്ത കാര്യമില്ല. ഓക്കെ, ഇനി അടുത്ത നമുക്ക് അടുത്ത കോമ്പൗണ്ട് നോക്കാം. CH3CN CH3CN. ഇതില് നോക്കിക്കോളൂ, ഈ കാർബണിന്റെ അടുത്തേക്ക് മറ്റൊരു കാർബൺ അല്ലെ, മറ്റൊരു കാർബൺ വന്ന് സിംഗിൾ ബോണ്ടിൽ, ആ കാർബണിൽ 3 ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടിൽ. ഇനി ഈ കാർബണിന് എത്ര ബാലൻസ് ബാക്കിയുണ്ട് നോക്കാം. ഒരെണ്ണം ഈ കാർബണുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഇനി 3 എണ്ണം ബാക്കിയുണ്ട്. അറിയാം, നൈട്രജൻ എന്തായാലും അല്ലെ ട്രൈ വാലന്റ് ആണ്, അല്ലെങ്കിൽ നമുക്കറിയാം നൈട്രജൻ ഒരു എപ്പോഴും ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും നൈട്രജൻ ഫോം ചെയ്യുക. കാർബണായിട്ട് ട്രിപ്പിൾ ബോണ്ടിലാണ്. ഇനി നോക്കാം ഇവരുടെ ഹൈബ്രിഡൈസേഷൻ. കാർബൺ നൈട്രജൻ ഇവിടെ sp ഹൈബ്രിഡൈസ്ഡ് ആണ്, ബിക്കോസ് എന്താ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണല്ലോ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഈ കാർബൺ നോക്കിയാൽ 1 2 3 4 4 സിംഗിൾ ബോണ്ട് അല്ലെ, നമുക്ക് പറയാം sp3 ഹൈബ്രിഡൈസ്ഡ് ആണ് അല്ലെ. സിംപ്ലി അതിന്റെ ഐഡന്റിഫിക്കേഷൻ നടക്കും. നമുക്ക് അടുത്ത കോമ്പൗണ്ട് നോക്കാം. CHONH2. ഓക്കെ, ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? കാർബൺ ഇവിടെ സിംഗിൾ ബോണ്ടിൽ ഹൈഡ്രജൻ, ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ട് അല്ലേ, ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ട്. നമുക്ക് മുകളിലോട്ട് കാണിക്കാം. ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ട്, ദെൻ നൈട്രജൻ. ഇനി നൈട്രജൻ 2 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു ഹൈഡ്രജൻ വയ്ക്കാം, ഇവിടെയും ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഹൈഡ്രജന്റെ ബാലൻസി കറക്റ്റാണ്, കാർബണിന്റെ ബാലൻസി കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഈ കാർബൺ ഏത് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിലാണെന്ന് നോക്കേണ്ടത്. കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഉണ്ട്. സിംപ്ലി നമുക്ക് പറയാം ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് അല്ലേ. ഓക്കെ, കാരണം കാർബണിന് ചുറ്റും 3 ആൾക്കാരല്ലേ ഉള്ളൂ, അപ്പോൾ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കാം. ലാസ്റ്റ് കോമ്പൗണ്ട് CH3 CH ഡബിൾ ബോണ്ട് CHCl. ഇപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താലോ. ഇവിടെ ആദ്യത്തെ കാർബൺ 3 ഹൈഡ്രജനെ സിംഗിൾ ബോണ്ടിലുണ്ട്, 3 ഹൈഡ്രജനായിട്ട്. ഇങ്ങനെ ഈ കാർബൺ ഈ സെക്കൻഡ് കാർബണുമായിട്ട് സിംഗിൾ ബോണ്ടിലാണ്, അവിടെ ഒരു ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടിലുണ്ട്. തൊട്ടടുത്ത കാർബണുമായിട്ട് ഡബിൾ ബോണ്ട്, എഗെയിൻ അവിടെ ഒരു ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട്, വീണ്ടും തൊട്ടടുത്ത കാർബണുമായിട്ട് സിംഗിൾ ബോണ്ട്. ഇനി കാർബണിന്റെ ബാലൻസ് എത്രയുണ്ട് നോക്കിയാൽ മതി അല്ലേ, 3 ആണ്. കുറേ നൈട്രജനുമായിട്ട് ട്രിപ്പിൾ ബോണ്ടിലാണ് കാർബൺ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ കാർബണിന്റെയും ഹൈബ്രിഡൈസേഷൻ നോക്കാം. ഫസ്റ്റ് കാർബൺ sp3 ആണ് എന്ന് പറഞ്ഞാൽ സംശയമില്ലല്ലോ അല്ലെ, എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. സെക്കൻഡ് കാർബൺ വരുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, സോ ഇതെന്താ sp2. ഈ കാർബൺ വരുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ഈ ഡബിൾ ബോണ്ട് തന്നെ. അപ്പോൾ sp2. ഇനി ഈ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിംഗിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ബേസിക്കലി നമ്മൾ സെലക്ട് ചെയ്യും ട്രിപ്പിൾ ബോണ്ട്, സോ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായതായിരിക്കും. നിങ്ങളുടെ എക്സസൈസിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ സിംപ്ലി നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, താങ്ക് യു.